നമസ്കാരം. ബോളിവുഡ് സ്പൈ ത്രില്ലറായ ദുരന്തർ എന്ന സിനിമയുടെ വൻ വിജയം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ പ്രകോപിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിലെ ബഡേ സാഹിബ് എന്ന കഥാപാത്രത്തിന് ദാവൂദുമായി പ്രകടമായ സാമ്യമുള്ളതും ആ കഥാപാത്രം മരണശയ്യയിൽ കിടക്കുന്നതായി ചിത്രീകരിച്ചതുമാണ് ഡി കമ്പനിയെ പ്രകോപിപ്പിച്ചത്. വെട്ടിയിട്ട വാഴ കണക്കനെ അവശനായ വിധത്തിലായിരുന്നു ദാവൂദിനെ ചിത്രീകരിച്ചത്. ഇത് ദാവൂദ് സംഘത്തിന് ആകെ നാണക്കേടായെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ താൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നുവെന്നും ശക്തനാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ മുംബൈ കേന്ദ്രീകരിച്ച് വൻ ഭീകരാക്രമണത്തിന് സംഘം പദ്ധതിയിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിനായി മുംബൈയിലെ തെരുവുകളിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ഛോട്ടാ ഷക്കീൽ ഗ്യാങ്ങിനെയാണ് ചുമതലപ്പെടുത്തിയതെന്ന വിധത്തിൽ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ബദ്രയിലെ ഗരീബ് നഗറിലെ അനധികൃത പള്ളിക്ക് നേരെയുണ്ടായ ബുൾഡോസർ നടപടി മുൻനിർത്തി യുവാക്കളെ പ്രകോപിപ്പിച്ചാണ് റിക്രൂട്ട്മെന്റ് നടത്തിയത്. ഇവർക്ക് ആവശ്യമായ ആയുധങ്ങളും പരിശീലനവും നൽകാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI രംഗത്ത് വന്നു. പ്രമുഖ ഷൂട്ടർ മുന്ന സിംഘാടെയാണ് ആക്രമണം നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നതെങ്കിലും പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. ഡൽഹി പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഈ ഭീകരാക്രമണ പദ്ധതിയെ പൂർണ്ണമായും തകർത്തു. ISIയും മുംബൈ അധോലോകവും തമ്മിലുള്ള ബന്ധം ഇതോടെ പുറത്തുവന്നു. അധോലോക പ്രവർത്തനങ്ങളിലും പണം തട്ടലിലും തങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നത് തടയാനും സംഘത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുമായി ഇന്ത്യയിലെ പ്രമുഖരായ വ്യക്തികളെ ലക്ഷ്യം വയ്ക്കാനും ഡി കമ്പനിക്ക് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇന്ത്യയിൽ ഡി കമ്പനി ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ രാജ്യവ്യാപകമായി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനകളിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായും ദാവൂദ് ഇബ്രാഹിമുമായും നേരിട്ട് ബന്ധമുള്ള 9 പേരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലും മുംബൈയിലും വൻതോതിലുള്ള അക്രമ പരമ്പരകൾക്കും പ്രമുഖരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾക്കുമാണ് ഇവർ പദ്ധതിയിട്ടിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിനായി മുംബൈ കേന്ദ്രീകരിച്ച് വൻതോതിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ഡി കമ്പനി ശ്രമം നടത്തിയിരുന്നു. ലഹരിക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഈ പുതിയ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇവർ കോപ്പുകൂട്ടുന്നത്. സിനിമാ തിയേറ്ററുകളിൽ കോടികൾ വാരുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ആ സിനിമയുണ്ടാക്കിയ ഇമേജ് കോട്ടത്തിന്റെ കലിപ്പിലാണ് അധോലോക നായകൻ. അധോലോക പ്രവർത്തനങ്ങളിലും പണം തട്ടലിലും തങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നത് തടയാനും സംഘത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുമായി ഇന്ത്യയിലെ പ്രമുഖരായ വ്യക്തികളെ ലക്ഷ്യം വയ്ക്കാനും ഡി കമ്പനിക്ക് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇന്ത്യയിൽ ഡി കമ്പനി ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ രാജ്യവ്യാപകമായി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു.